തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. ക്ഷേത്രത്തിൽ അനിയന്ത്രിതമായ തിരക്ക് തുടരുകയാണ്. ഇവരുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വലിയ തിരക്ക് അത് തന്നെയാണോ ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായും സുരേഷ്, ടോക്കൺ കൗണ്ടറിലുണ്ടായ വലിയൊരു തിക്കും തിരക്കുമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സേലം സ്വദേശിയായ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരാണ് മരണപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ സൂചിക ലഭ്യമാകുന്നത്. ശ്രീനിവാസ, അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സ്കൂളും ആ പരിസരങ്ങളിലും എല്ലാം തന്നെ ശക്തമായ തിക്കും തിരക്കും ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയൊരു ക്യൂ തന്നെ ടോക്കൺ വാങ്ങാൻ ഉണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു തിക്കും തിരക്കിലും പെട്ടാണ് ഈ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവ വികാസങ്ങൾ ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ ഒരു തിരക്ക് വന്നുപെടുകയും ആ തിരക്കിനെ നിയന്ത്രിക്കുന്നതിനിടെ ഇത്തരത്തിൽ വലിയൊരു ഉന്തുതള്ളും ഉണ്ടാവുകയും ആ തിക്കും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടിയും അല്ലാതെയുമായി 4 പേർ മരണപ്പെടുകയുമായിരുന്നു ചെയ്തത്. സ്ത്രീ ഉൾപ്പെടെ മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. മറ്റൊരു പ്രധാന സംഭവ വികാസം എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്ത്, അതായത് ഈ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായുണ്ടായ ചില നടപടിക്രമങ്ങളെല്ലാം തന്നെ വീഴ്ച വന്നു എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വീണ്ടും ചില സ്ഥിരീകരണങ്ങളെല്ലാം വരേണ്ടതുണ്ട്. അതേസമയം ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ അതീവ ഗൗരവമുണ്ടെന്നും അതുപോലെ തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തിക്കും തിരക്കും വലിയ തോതിൽ തുടരുകയാണ്. ആശുപത്രിയിലേക്ക് നിരവധി പേരെ മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ഇനിയും ലഭിക്കാനുണ്ട് എന്നും ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം, മാധ്യമ ഏജൻസികളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു തിക്കും തിരക്കും തന്നെയാണ് ഉണ്ടായത്. ഈ തിക്കും തിരക്കിലും പെട്ട് 4 പേർ മരിച്ചു. ഐസൻ, അതായത് ഈ തിരക്ക് ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ തുടരുകയാണ്. ഇപ്പോൾ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? തീർച്ചയായും ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു അടിയന്തര നടപടികളും അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസുമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടിയന്തരമായി ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം, തിക്കും തിരക്കും ഉള്ളതിനാൽ തന്നെ ആളുകൾ ഒഴിഞ്ഞ് വലിയ രീതിയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതിനാൽ അടിയന്തരമായി മെഡിക്കൽ സൗകര്യങ്ങൾ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ എത്തിച്ച മെഡിക്കൽ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ, പ്രവർത്തനങ്ങൾ തുടരുകയുമാണ് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരെയും തന്നെ, അതായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എല്ലാവരെയും അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള നീക്കങ്ങളാണ് കൃത്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഭരണകൂടങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തന്നെ അറിയിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായി നിയന്ത്രിക്കാനാകാത്ത ഒരു തിരക്ക്, അത് വൻതോതിലുള്ള ഒരു തിരക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ചില ആഘോഷങ്ങളൊക്കെ നടക്കുന്ന ദിവസവുമാണ്. നമുക്കറിയാവുന്നതാണ്, ദിവസങ്ങളിലെല്ലാം തന്നെ സ്വാഭാവികമായും തിരുപ്പതി ക്ഷേത്രത്തിൽ വൻതോതിൽ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ ഇതുപോലുള്ളൊരു സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് ടോക്കൺ കൗണ്ടറിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്നത് വൈകുണ്ഠദ്വാര സർവ എന്ന് പറയുന്ന അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് ഈ വൈകുണ്ഠദ്വാര സർവ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ. ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവവികാസം ഉണ്ടായിരിക്കുന്നത് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ, 4 പേരുടെ മരണം മാത്രമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച വിവരങ്ങളില്ല. പക്ഷേ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം കുറെ കൂടി കൂടുതലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ശക്തമായ തിരക്ക്, ടോക്കൺ കൗണ്ടറിലുണ്ടായ വലിയ തിരക്കാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുരേഷ്, അതായത് ഈ തിരക്ക് നിയന്ത്രിക്കാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആഘോഷവേളകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടോ? പക്ഷെ അത്തരത്തിൽ ചില സൂചനകൾ ചില റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടെത്തേണ്ട സാഹചര്യം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ആഘോഷവേളയിൽ ഉണ്ടാകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു എന്ന വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു തിക്കും തിരക്കും ഉണ്ടാക്കാനുള്ള സാധ്യത എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ച
ചില വിശദീകരണങ്ങളെല്ലാം തന്നെ തിരുപ്പതി ദേവസ്വം നൽകുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വൈകുണ്ഠദ്വാരത്തിലേക്ക് കടക്കുന്നതിനുള്ള ആ ഒരു തിരക്ക്, അതായത് അവിടെ അനുവദനീയമായ പാസുകൾ ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക എന്ന് വളരെ കൃത്യമായി നിർദ്ദേശിക്കുകയും ഈ ജനക്കൂട്ടത്തെ, അതായത് പാസില്ലാത്തവരെ എല്ലാം തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കർശനമായ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കണിശമായ നടപടികൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സ്വീകരിക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ, ഇനി ഏത് രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ ദേവസ്വത്തിന്റെ ദർശനം നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമോ എന്ന കാര്യങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇന്നു മുതൽ, അതായത് 10-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ് അവിടെ വൈകുണ്ഠ ദർശൻ, വെങ്കടേശ്വര ദർശൻ, വൈകുണ്ഠ ദ്വാര ദർശൻ എന്ന് പറയുന്ന ആഘോഷം കാര്യമായി നടക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. 10 മുതൽ 19 വരെയാണ് ഈ ആഘോഷങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കണിശമായ നടപടികൾ ഇനിയും സ്വീകരിക്കുമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഭരണകൂടമെല്ലാം എത്തുകയും ചെയ്തിരിക്കുന്നത്. സുരേഷ്, തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 4 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ അനിയന്ത്രിതമായ തിരക്ക് തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.